ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സ് ആണ് ഇതിൽ. അതിനു മുന്നേ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം. ഒരു ബെൽബട്ടൺ അമർത്തുകയും കൂടി ചെയ്യണം. ഞാൻ അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോഴും എത്തിക്കുന്നതായിരിക്കും. കണ്ടൻറ്റ് കൂട്ടി സമയം കുറച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. അല്ലാതെ ഒരു കണ്ടൻറ്റുമേ തൂങ്ങി പിടിച്ച് നിൽക്കില്ല. കൂടുതൽ കണ്ടൻറ്റ് അതിൽ കൂടുതൽ കുത്തി നിറച്ചിട്ടാണ് ചെറിയൊരു വീഡിയോയ്ക്ക് തരുന്നത്. അപ്പോൾ അത്ര എഫേർട്ട് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഫിസിക്കൽ റിസൾട്ടിൻ്റെ ഉസ്താദിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ഷാനവാസ് തന്നെ, വേറെ ആരാണ്? ഷാനവാസ് എപ്പോഴും എന്ത് പ്രശ്നം മൂർച്ഛിച്ചു കഴിഞ്ഞാലും അതൊരു ഫിസിക്കൽ അസാൾട്ടിലേക്ക് മാറിപ്പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ നോക്കി നോക്കുക, ആര്യനുമായിട്ട് ചെറിയൊരു പ്രോബ്ലം നടന്നു. അത് ഷാനവാസിൻ്റെ ഈഗോ ആണ് അവിടെ. കാരണം ആര്യനുമായിട്ട് കളിച്ചിട്ട് ആര്യനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. കാരണം ആര്യനെ ബിഗ് ബോസ് പുകഴ്ത്തി, നന്നായി കളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പുകഴ്ത്തിയപ്പോൾ ഷാനവാസിനോട് ഒരു ഈഗോ അടിച്ചു. ഷാനവാസ് അവനെ താഴ്ത്താൻ നോക്കിയിട്ടും താഴ്ന്നില്ല. പക്ഷേ ഷാനവാസിന് സംഭവം പിടികിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് താഴ്ത്താൻ നോക്കിയതൊന്നുമില്ല. എന്താണ് പ്രാങ്ക് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് പിടികിട്ടില്ല. ലാസ്റ്റ് ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് പോയി. ആ മുഖത്തെ ആ ഇളിഞ്ഞ ഭാവമൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ടാണ്. എന്നിട്ടും ആര്യനായിട്ട് വെറുതെ ഒരു തല്ലുണ്ടാക്കി. ലാസ്റ്റ് അമ്മയ്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ആര്യൻ വന്നിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് ഞാൻ വിളിച്ചിട്ടില്ല, വെറുതെ ചൂടാവരുത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ആര്യൻ്റെ ദേഹം ഷാനവാസിൻ്റെ മേത്ത്, ഞാൻ അമ്മയ്ക്ക് വിളിച്ചിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അവൻ സമാധാനിപ്പിക്കണം, ഞാൻ വെറുതെ ചൂടാവരുത്തിട്ടോ എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന സമയത്ത് ഷാനവാസിൻ്റെ കൈയിൻ്റെ അവിടെ ഈ ആര്യനെ നെഞ്ചു കൊണ്ടിട്ടുണ്ട്. അതോടുകൂടി ഷാനവാസ് തിരിഞ്ഞ് ആര്യനെ നെഞ്ചുകൊണ്ട് ഉന്തി ഷാനവാസ് എപ്പോഴും കണ്ടിട്ടുണ്ട് ഈ അക്ബറായിട്ട് തല്ലുകൂടുമ്പോഴും ഇവർ മോശം ലാംഗ്വേജ് യൂസ് ചെയ്യും, രണ്ടുപേരും മോശം ലാംഗ്വേജ് യൂസ് ചെയ്യും. അപ്പോഴും ഈ നെഞ്ചു കൊണ്ടുവന്ന് ഇങ്ങനെ ഒരൊറ്റ ഉന്ത് തിരിച്ചങ്ങനെ ഉന്തിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എപ്പോഴും ഞാൻ കണ്ടിട്ട് ഷാനവാസ് അങ്ങനെ. അപ്പോൾ ബിന്നീനെ മാവെടുത്ത് ഒഴിച്ചത് ബിന്നി വേണ്ടാതിനെ പറഞ്ഞിട്ട് തന്നെയാണ്. പക്ഷേ ഫിസിക്കൽ അസാൾട്ടിലേക്ക് എന്തിനാണ് പോകുന്നത്? അതേ നാണയത്തിനെ തിരിച്ചടിച്ചാൽ മതിയില്ലേ? അങ്ങനെ പറഞ്ഞ ഇപ്പോൾ ഈ ആര്യനെ, ബിന്നീനെ, അക്ബറിനെ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇന്നലെ ആദിലേനെ അടിച്ചിട്ടുണ്ട്. ആദിലവനെ പെങ്ങളൂട്ടി ആയതുകൊണ്ട് ആദിലത് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അടിയറവ് പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി പറയുന്നുണ്ട്, ഓ നിങ്ങൾ അങ്ങനത്തെ കാർഡ് ഇറക്കി കളിക്കുന്നവരാണല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലേ, ആങ്ങളെയല്ലേ അടിച്ചത്, അതുകൊണ്ട് ക്ഷമിച്ചിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ലക്ഷ്മിയോട്ടുള്ള ദേഷ്യം കൊണ്ട് അതിൽ പറയുന്നുണ്ട്, സാറില്ല ഞാനും അദ്ദേഹവും തമ്മിൽ ആ മൈൻഡിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നെ അടിച്ചു, എനിക്ക് വേദനിച്ചിട്ടുണ്ട്, വേറെ വല്ലവരാണെങ്കിൽ നല്ല തിരിച്ചടിക്കും, ഞാൻ ഇപ്പോൾ അനുമോൾ അടിച്ചാൽ പോലെ അനുമോൾ പരാതി പറയില്ല, അതുപോലെ തന്നെയാണ് ഞാനും ഷാനവാസും തമ്മിലുള്ള ബന്ധം എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞാലും ഇയാളെ പ്രവൃത്തി ഒട്ടും നല്ലതല്ല. അതാണ് എനിക്ക്